സിൽവർ ലൈൻ പദ്ധതിയുടെ ഭാഗമായി കിടപ്പാടം നഷ്ടപ്പെടുമെന്ന ഭീതിയിൽ കഴിഞ്ഞ ചേർപ്പ് പടിഞ്ഞാറ്റുമുറി നിവാസികൾക്കിത് ആഹ്ലാദ നിമിഷം. പദ്ധതി റദ്ദാക്കിയ UDF സർക്കാർ തീരുമാനമാണ് ജനങ്ങൾക്ക് ആശ്വാസമായത്. ജനങ്ങളുടെ ശക്തമായ എതിർപ്പിനെ മറികടന്ന് കഴിഞ്ഞ LDF സർക്കാർ നടപ്പാക്കാൻ ഉദ്ദേശിച്ച അതിവേഗ റെയിൽ പദ്ധതിയാണ് VD സതീശന്റെ നേതൃത്വത്തിലുള്ള പുതിയ UDF സർക്കാരിന്റെ രണ്ടാമത്തെ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ റദ്ദാക്കിയത്. ഇത് പദ്ധതി പ്രദേശത്തെ ജനങ്ങൾക്ക് വലിയ ആശ്വാസമായി. ജില്ലയിൽ സിൽവർ ലൈൻ പദ്ധതിക്കെതിരെ ആദ്യമായി സമരം ആരംഭിച്ചത് ചേർപ്പ് പടിഞ്ഞാറ്റുമുറിയിലെ കേരയിൽ വിരുദ്ധ ജനകീയ സമിതിയാണ്. കേരയിൽ വിരുദ്ധ ജനകീയ സമിതി ജില്ലാ ചെയർമാൻ ശിവദാസൻ മടത്തിപ്പറമ്പിലിന്റെ നേതൃത്വത്തിലായിരുന്നു സമരം. 2022 ഇവർ ശക്തമായ സമരവുമായി രംഗത്ത് വന്നത്. സമരത്തിൽ പങ്കെടുത്ത 94 വയസ്സുള്ള പാറുക്കുട്ടിയമ്മ മുതൽ 6 വയസ്സുകാരിയായ മാനസി വരെയുള്ള പ്രദേശവാസികൾ പദ്ധതി റദ്ദാക്കിയ സർക്കാർ തീരുമാനത്തിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച് പ്രദേശത്ത് ഒത്തുകൂടി മധുരം വിതരണം ചെയ്തു. പദ്ധതി നടപ്പാക്കിയാൽ പ്രദേശത്തെ 100ഓളം കുടുംബങ്ങളെ ബാധിക്കുന്ന പ്രശ്നമായതിനാൽ ജനങ്ങൾ ഒറ്റക്കെട്ടായാണ് സമരത്തിനിറങ്ങിയത്. 94 വയസ്സുള്ള പാറുക്കുട്ടിയമ്മ ഉൾപ്പെടെ തിരുവനന്തപുരത്ത് പോയി സമരം ചെയ്തിട്ടുണ്ട്. ഇത് തങ്ങളുടെ വിജയമാണെന്നും VD സതീശന്റെ നേതൃത്വത്തിലുള്ള പുതിയ UDF സർക്കാർ അധികാരമേറ്റ ഉടനെ തന്നെ പദ്ധതി റദ്ദാക്കിയതിൽ ഏറെ ആഹ്ലാദമുണ്ടെന്നും സമരം മുൻപന്തിയിൽ നിന്ന് നയിച്ച വാർഡംഗം M സുജിത് കുമാർ, പാറുക്കുട്ടിയമ്മ, കൃഷ്ണകുമാർ, അനിത എന്നിവർ പറയുന്നു. കഴിഞ്ഞ 3.5 വർഷക്കാലമായി ഈ ചേർപ്പ് പടിഞ്ഞാറ്റുമുറി പ്രദേശത്തെ 100ഓളം വീടുകളിലുള്ള ജനങ്ങൾ അനുഭവിച്ച ബുദ്ധിമുട്ടിന് ഇന്നൊരു അറുതി വന്നിരിക്കുകയാണ്. കേരളത്തിലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ VD സതീശൻ കേരയിൽ പിൻവലിച്ചു എന്ന വലിയൊരു കാര്യം ഇവിടെ അവതരിപ്പിച്ചപ്പോൾ തന്നെ ഞങ്ങളുടെ ഈ പ്രദേശത്തെ ജനതയ്ക്ക് എല്ലാവർക്കും വലിയധികം സന്തോഷമുണ്ട്, അതിലേറെ അഭിമാനമുണ്ട്. കഴിഞ്ഞ 3.5 വർഷക്കാലമായി ഈ കുളത്തൂർ റോഡിൽ നിന്നുകൊണ്ട് തിരുവനന്തപുരത്തെ സെക്രട്ടേറിയറ്റ് വരെ സമരം ചെയ്യാൻ വന്ന 93 വയസ്സായ പാർവതിയമ്മ തൊട്ട് ഇവിടെ എത്തിയിരിക്കുന്ന 6 വയസ്സായ മാനസിക്കുട്ടി വരെ അങ്ങനെ 100ഓളം പേരുടെ വലിയൊരു പ്രവർത്തനമാണ് ഇവിടെ ഈ കേരളിനെതിരായിട്ട് ഞങ്ങൾ എല്ലാവരും കൂടി നടത്തിയത്. കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് കേരയിൽ വിരുദ്ധ ജനകീയ സമിതിയുടെ എല്ലാവിധത്തിലുള്ള നന്ദിയും അനുഗ്രഹവും അർപ്പിക്കുകയാണ്. എല്ലാവിധ അഭിവാദ്യങ്ങളും. വളരെയധികം സന്തോഷമുണ്ട്. ഇത്രയും വേഗത്തിൽ ബഹുമാന്യനായ മുഖ്യമന്ത്രി ഒരു തീരുമാനം എടുത്തതിൽ ഞങ്ങളെല്ലാവരും നല്ല സന്തോഷത്തിലാണ്. കുറേ കൊല്ലമായി നമ്മൾ കേരളിൻ്റെ പേരിൽ സമരങ്ങളൊക്കെ നടത്തി വന്നിരുന്നു. രാത്രിയും പകലും എന്നില്ലാതെ ഉറക്കം വിളിച്ചിട്ടാണ് ഈ പരിപാടികളൊക്കെ നടത്തിയിരുന്നത്. അതിന് ഈ ജനത മുഴുവൻ കൂട്ടുനിന്നു. പാർട്ടിപരമായാലും നാട്ടുകാരായാലും എല്ലാവിധ സൗകര്യങ്ങളും ഞങ്ങൾക്ക് ചെയ്തു തന്നു. ഞങ്ങൾ സെക്രട്ടേറിയറ്റ് പോയി സമരം ചെയ്തു, രാവും പകലുമില്ലാതെ. ഈ ഭരണം വന്നതിന് ആദ്യത്തെ സന്തോഷം ഇതാണ്. ഈ VD സതീശൻ എന്ന മുഖ്യമന്ത്രി ഞങ്ങൾക്ക് എല്ലാവിധ സൗകര്യങ്ങളും ചെയ്തു തന്നു. ഞങ്ങൾക്ക് സന്തോഷമുണ്ട്, അതിയായ സന്തോഷമുണ്ട്. ഞങ്ങളെല്ലാവരും ഒരുമിച്ച് നിന്ന് ഞങ്ങൾ സമരം ചെയ്തതിൻ്റെ ഫലമാണ് ഇത്. എല്ലാവരും MK ഉണ്ണികൃഷ്ണൻ, അന്നത്തെ വാർഡ് മെമ്പർ ധന്യ സുനിൽ, നിലവിലെ മെമ്പർ സുജിത് എന്നിവർ ചേർന്നാണ് സമരത്തിന് ചുക്കാൻ പിടിച്ചത്. സമരത്തിന്റെ വിജയമെന്നോണം അധികാരത്തിലേറിയ ഉടനെ തന്നെ പദ്ധതി റദ്ദാക്കിയ സർക്കാരിന് അഭിവാദ്യമർപ്പിച്ചാണ് നാട്ടുകാർ ഒന്നടങ്കം ചേർന്ന് മധുരം വിതരണം ചെയ്ത് ആഹ്ലാദം പങ്കിട്ടത്. TCV തൃശൂർ.